പട്ടാളക്കാരനാകണമെന്ന മോഹം യാഥാർത്ഥ്യമായില്ല. പകരം ഒരു പട്ടാള മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ് കാസർഗോഡ് ചിമേനി സ്വദേശി മധു. സൈന്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് വീടൊരു മ്യൂസിയമാക്കാൻ മധുവിനെ പ്രേരിപ്പിച്ചത്. പട്ടാളക്കാരനാകണമെന്നായിരുന്നു 8ാം ക്ലാസ് മുതലുള്ള മധുവിൻ്റെ ആഗ്രഹം. അതിനായി റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളിൽ പങ്കെടുത്തെങ്കിലും ശാരീരികക്ഷമതാ പരീക്ഷ എന്ന കടമ്പയിൽ തട്ടി ആ സ്വപ്നം വീണുടഞ്ഞു. ജീവിത വഴിയിൽ ബാങ്ക് ജീവനക്കാരനായി. പക്ഷേ സൈനികൻ എന്ന സ്വപ്നം മനസ്സിൽ വീർപ്പുമുട്ടി. അങ്ങനെ മധുവിലൂടെ ഒരു വാർ മ്യൂസിയം പിറന്നു. വിവിധ സേനകളുമായി ബന്ധപ്പെട്ട ശേഖരങ്ങളാണിവിടെ ഒരുക്കിയിട്ടുള്ളത്. സൈനികരുടെ യൂണിഫോമുകൾ, തോക്കുകളുടെ മാതൃകകൾ, ബാഗുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, വിവിധതരം ബൂട്ടുകൾ, സ്ഥാനചിഹ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്. ഒരു പട്ടാളക്കാരനാവണമെന്നുള്ളൊരു മനസ്സ് എന്നൊരു 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ അതിനോടുള്ള ഒരു താല്പര്യമാണ് ഇത്തരം ഒരു മ്യൂസിയത്തിലേക്ക് എത്താനുള്ള കാരണം. മലബാർ മേഖലയിൽ ഇങ്ങനെ ഒരു മ്യൂസിയം ഇല്ല. കേരളത്തിൽ തന്നെ ഇതുപോലത്തെ ഒരു മ്യൂസിയം അടുത്താടി കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ ഈ ഒരു മ്യൂസിയം കുറച്ചും കൂടി വിപുലീകരിച്ച് വെച്ചിട്ട് ഒരു നല്ലൊരു മ്യൂസിയം ആക്കിയിട്ട് മാറ്റിയാൽ സാധാരണ ജനങ്ങൾക്ക്, കുട്ടികൾക്ക്, ഇതുപോലെ പഠിതാക്കൾക്കൊക്കെ നല്ലൊരു ഉപകാരമായിരിക്കും. വിരമിച്ച സൈനികോദ്യോഗസ്ഥരിൽ നിന്നാണ് യൂണിഫോം ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചത്. കാർഗിൽ, കുവൈത്ത് യുദ്ധങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ആൽബവും തയ്യാറാക്കിയിട്ടുണ്ട്. മ്യൂസിയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ചിലർ ഇപ്പോൾ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട്. സമീപത്തെ സ്കൂളുകളിലെ കുട്ടികളെയും മ്യൂസിയം കാണിക്കാൻ എത്തിക്കുന്നുണ്ട്. ജില്ലയിൽ ഒരു സ്ഥിരം വാർ മ്യൂസിയമാണ് മധുവിന്റെ സ്വപ്നം. 24 കാസർഗോഡ്. സുപ്രിയ ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, സുനിത വില്യംസിൻ്റെ കാര്യം, ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായി. സുനിത വില്യംസ് ഇപ്പോഴും ബഹിരാകാശത്ത് കഴിയുകയാണ്. ഏതാണ്ട് അടുത്ത മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്ക് ഇങ്ങോട്ട് മടക്കയാത്ര ചെയ്യാൻ കഴിയൂ എന്നാണ്. നാസ വളരെ തകൃതിയായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണിപ്പോൾ. ശരണ്യ പറയുന്ന, പരാതി പറയാൻ പോയ ആളുകളെ പോലീസ് അപമാനിച്ച് ഇറക്കി വിട്ടു. SKN ഇതിനെതിരെ ഒരു വാർത്ത ചെയ്യാമോ? സാധാരണക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നാണ് ശരണ്യയുടെ പരാതി. ശരണ്യ, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മേലുദ്യോഗസ്ഥന്മാർക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് മോശമായ പ്രതികരണം ഉണ്ടായാൽ നമുക്ക് പരാതി പറയാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഏറ്റവും അവസാനം ഒരു സ്ഥലത്തും നീതി ലഭിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി അയക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും നടപടി ഉണ്ടാകും.